1972 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വാൾട്ടർ മിഷേൽ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് മാഷ്മെല്ലോ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു കുട്ടിക്ക് 2 ചോയ്സസ് കൊടുക്കുകയാണ്. അവരെ ആദ്യം ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തുകയാണ്. ആ റൂമിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഒരു മാഷ്മെല്ലോ വെച്ചിട്ടുണ്ടാകും. ആ മാഷ്മെല്ലോ 15 മിനിറ്റിന് ശേഷം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ചോക്ലേറ്റും അവർക്ക് എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത്തരത്തിൽ 2 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2 ചോയ്സസ് അവർക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആദ്യം തന്നെ മാഷ്മെല്ലോ എടുക്കാമെന്നുള്ളത്, രണ്ടാമത്തേത് 15 മിനിറ്റ് കാത്തു നിൽക്കുകയാണെങ്കിൽ ആ മാഷ്മെല്ലോയും ആ ചോക്ലേറ്റും രണ്ടും എടുക്കാമെന്നുള്ളത്. ഇങ്ങനെ 2 ചോയ്സസ് കൊടുത്തതിന് ശേഷം ആ സൈക്കോളജിസ്റ്റ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. റൂമിൽ ഇപ്പോൾ ആ കുട്ടി മാത്രം ഒറ്റയ്ക്കിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ സൈക്കോളജിസ്റ്റ് റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് പല കുട്ടികളും മാഷ്മെല്ലോ എടുത്ത് കഴിച്ചിരുന്നു. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ മാഷ്മെല്ലോ എടുക്കാതെ നിന്നിരുന്നുള്ളൂ. അങ്ങനെ മാഷ്മെല്ലോ എടുക്കാതെ നിന്ന കുട്ടികൾക്ക് ആ ചോക്ലേറ്റും മാഷ്മെല്ലോ രണ്ടും ആ സൈക്കോളജിസ്റ്റ് നൽകുകയാണ് ചെയ്തത്. എക്സ്പെരിമെൻ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. 20 വർഷത്തോളം ആ സൈക്കോളജിസ്റ്റ് ആ കുട്ടികളെ എല്ലാം തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. 20 വർഷത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ റിസൾട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ആദ്യം തന്നെ മാഷ്മെല്ലോ എടുത്ത് കഴിച്ച വിഭാഗം കുട്ടികളെ അപേക്ഷിച്ച് രണ്ടാമത്തെ വിഭാഗം കുട്ടികളായിരുന്നു ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുണ്ടായിരുന്നത്. അവർ കൂടുതൽ പണക്കാരും അതുപോലെ തന്നെ ഹെൽത്ത് വൈസും വളരെയധികം ഫിറ്റായിട്ടുള്ള ആളുകളും ഒക്കെ ആയിരുന്നു. അവർ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആയി തന്നെ ആദ്യത്തെ വിഭാഗത്തെ അപേക്ഷിച്ച് കൂടുതൽ ബെറ്റർ ആയി തന്നെ ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തെ അപേക്ഷിച്ച് ആദ്യത്തെ വിഭാഗം വളരെയധികം വലിയ സക്സസ്ഫുൾ ഒന്നും ആയിരുന്നില്ല. മറിച്ച് വളരെയധികം നോർമലായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു അവർ ജീവിച്ചു പോന്നിരുന്നത്. ഈ എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ലൈഫിൽ അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ അവരുടെ ലൈഫിൽ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കുകയും കാര്യങ്ങളെ നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അവർ തീരുമാനങ്ങൾ എടുക്കുകയും അവർ ഒരല്പം വെയിറ്റ് ചെയ്യാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഡിസേർവ് ചെയ്യുന്ന സക്സസ് നേടിയെടുക്കാൻ ഒരല്പം കാത്തിരിക്കാനും അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഒട്ടും തന്നെ ഇല്ലാത്ത ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ മാത്രമുള്ള ഒരു വിഭാഗം ആളുകൾ അവരുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ പറ്റുന്ന അബദ്ധങ്ങളും അമളികളും ഒക്കെ കാരണം അവർക്ക് ഒരുപാടധികം പുറകോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. ലൈഫിൽ അവർ ഉദ്ദേശിച്ച സക്സസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് വളരെയധികം നോർമലായിട്ടുള്ള ഒരു മീഡിയോക്കർ ലൈഫ് സ്റ്റൈൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം അവർക്ക് വന്നു ചേരുന്നു. ഇത്തരത്തിൽ നമ്മുടെ പല ക്വാളിറ്റീസും നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് സമയത്താണ് രൂപപ്പെടുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വലിയ ശതമാനം ക്വാളിറ്റീസും നമ്മൾ രൂപീകൃതമാകുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിൽ നിന്നുമാണ്. ഉദാഹരണത്തിന് വളരെയധികം പാമ്പേർഡ് ആയിട്ട് വളരുന്ന ഒരു ചൈൽഡ് എപ്പോഴും അത്തരത്തിലുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുക. അതേസമയം ഒരല്പം കൂടി ഫ്രീഡമൊക്കെ അനുഭവിച്ച് വളരുന്ന ഒരു ചൈൽഡ്ഹുഡാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ലൈഫിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയും അഡാപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും. മാത്രമല്ല ഒരു ആറ്റമിക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ആളുകളുമായിട്ട് മാത്രം കൂടുതൽ സൗഹൃദം വെക്കുകയും അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റുകൾ മാത്രമായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുക. എന്നാൽ അതേസമയം ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് അധികം ആളുകളുമായിട്ട് ഒരേ സമയത്ത് ഇൻറ്ററാക്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല. കാരണം നിങ്ങൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും വളരെയധികം യൂസ്ഡ് ആയിട്ടും വളരെയധികം കംഫർട്ടബിൾ ആയിട്ടും വരുന്ന ഒരാളായതുകൊണ്ടാണ്. ഇത്തരത്തിൽ നമ്മുടെ പല ചെറുതും വലുതുമായിട്ടുള്ള ക്വാളിറ്റീസിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും. ഇത്തരത്തിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിൽ നിന്നും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു വലിയ ശതമാനം രൂപീകൃതമാകുന്നത് പോലെ നമ്മൾ ജനിച്ച മാസം അഥവാ നമ്മുടെ ബർത്ത് മന്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ പറ്റി ഒരുപാട് അധികം കാര്യങ്ങളും ട്രിവിയാസും ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി പോലുള്ള മാസങ്ങൾ ജനിച്ച ആളുകളിൽ നിന്നും ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിൽ ജനിച്ച ആളുകളുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പറ്റിയും കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ബർത്ത് മന്ത് ഉപയോഗിച്ച് നമുക്കതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനായി നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പേപ്പറും പെന്നും ഇപ്പോൾ തന്നെ കയ്യിലെടുക്കുക. ഒരു ക്വസ്റ്റ്യന് വെറും 5 സെക്കൻഡ് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. അധികം സമയം വേണമെങ്കിൽ മാത്രം വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ആൻസർ എഴുതുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ആരംഭിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയാത്ത ഒരാളെ കൊണ്ട് പിന്നെ ഈ ലോകത്ത് എന്ത് ഇമ്പ്രൂവ്മെൻറ്റാണ് ചെയ്യാൻ കഴിയുക? സ്വന്തം ഇമ്പ്രൂവ്മെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതവും അതിൻ്റെ ഒപ്പം ചുറ്റുമുള്ളവരെല്ലാം മാറി തുടങ്ങും. മാറി ചിന്തിക്കാൻ തുടങ്ങും, മാറി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ എങ്ങനെയാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക?
നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുക, നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ സാന്ത്വനിപ്പിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പുസ്തകമുണ്ട്. യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നതാണ് ആ പുസ്തകം. ഈയിടെ കുക്കു FM ൽ നിന്നും ഞാൻ കേട്ടതാണ് ഈ പുസ്തകം. നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു പുസ്തകം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുപോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഓഡിയോ ബുക്കുകൾ നമുക്ക് എന്നും കിട്ടുവാൻ വേണ്ടി ദിവസം 50 പൈസ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കുക്കു FM-ന്റെ ഒരു ഉഗ്രം പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുക്കു FM ഒരു ലൈബ്രറി പോലെയാണ്. എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതുപോലെയാണ്. അതിനുവേണ്ടി കേവലം ഒരു ദിവസം 50 പൈസയാണ് ചെലവ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കു FM ഒരു വർഷത്തെ മെമ്പർഷിപ്പ് ചാർജ് എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു FM-ലെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 199 രൂപയ്ക്ക് ലഭിക്കുന്നു. അപ്പോൾ ഫലത്തിൽ ഒരു വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 50 പൈസയോളം ചെലവുള്ളൂ. ഒരു ദിവസത്തിൽ 50 പൈസയ്ക്ക് 50,000-ലധികം വരുന്ന പുസ്തകങ്ങൾ, ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ സിമ്പിളായി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ 199 രൂപ ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ കമന്റിൽ കുക്കു FM-ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുക്കു FM ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പറായി മാറും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടുകൊണ്ടേയിരിക്കും. കം ബാക്ക് ടു ദ വീഡിയോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സീസൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഏത് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം? ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സമ്മർ അഥവാ വേനൽക്കാലം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിൻ്റർ അല്ലെങ്കിൽ മഞ്ഞുകാലം. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെയിനി സീസൺ അഥവാ മഴക്കാലം. നമുക്കിനി പോയിന്റ്സ് എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ സമ്മർ അഥവാ വേനൽക്കാലം എന്നാണ് എഴുതിയതെങ്കിൽ 20 പോയിന്റ്സ്. സ്പ്രിംഗ് അഥവാ വസന്തകാലമാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ 30 പോയിന്റ്സ്. വിൻ്റർ അഥവാ മഞ്ഞുകാലമാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ 40 പോയിന്റ്സ്. റെയിനി സീസൺ അഥവാ മഴക്കാലമാണ് എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത് മാസമാണ് നിങ്ങൾ ജനിച്ചത് എന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇവയിൽ ഏതെങ്കിലും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ഇവയിൽ ഏതെങ്കിലും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇവയിൽ ഏതെങ്കിലും. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇവയിൽ ഏതെങ്കിലും. നമുക്കിനി പോയിന്റ്സ് നോക്കാം. നിങ്ങൾ ജനിച്ചത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇവയിൽ ഏതെങ്കിലും ആണെങ്കിൽ 40 പോയിന്റ്സ്. അതല്ല നിങ്ങൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണെങ്കിൽ 30 പോയിന്റ്സ്. മൂന്നാമത്തെ ഓപ്ഷനായ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ്സ്. ഇനി നിങ്ങൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നാണെങ്കിൽ 10 പോയിന്റ്സ്. രണ്ടാമത്തെ ചോദ്യത്തിന് ശേഷം നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നിങ്ങൾ ജനിച്ച സമയം എപ്പോഴായിരുന്നു? ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാത്രി 12 മണി മുതൽ രാവിലെ 7 മണി വരെ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാത്രി 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. നിങ്ങൾ ജനിച്ച സമയം അർദ്ധരാത്രി 12 മണി മുതൽ രാവിലെ 7 മണി വരെ ആണെങ്കിൽ 40 പോയിന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ജനിച്ച സമയം 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആണെങ്കിൽ 20 പോയിന്റ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ജനിച്ചതെങ്കിൽ 10 പോയിന്റ്സ്. രാത്രി 9 മണി മുതൽ അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ ജനിച്ച ഒരാളാണെങ്കിൽ 30 പോയിന്റ്സ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച ജന്മതീയതി അഥവാ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 to 8 1 മുതൽ 8 വരെ എന്നുള്ളതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 9 to 17 9 മുതൽ 17 വരെ എന്നുള്ള ഓപ്ഷനാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 18 to 25 18 മുതൽ 25 വരെ എന്നുള്ളതാണ്. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഈസ് 26 മുതൽ 31 വരെ എന്നുള്ളതാണ്. നിങ്ങളുടെ പോയിന്റ്സ് വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ 1 മുതൽ 8 വരെ എന്നാണെങ്കിൽ 10 പോയിന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ 9 മുതൽ 17 വരെ എന്നാണെങ്കിൽ 40 പോയിന്റ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ 18 മുതൽ 25 വരെ എന്നാണെങ്കിൽ 30 പോയിന്റ്സ്. ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ 26 മുതൽ 31 വരെ എന്നാണെങ്കിൽ 20 പോയിന്റ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കരടിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പശുവാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡോൾഫിനാണ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡോഗാണ്. നമുക്ക് പോയിന്റ്സ് നോക്കാം. ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള കരടിയെ സെലക്ട് ചെയ്താൽ 10 പോയിന്റ്സ്. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള പശുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 പോയിന്റ്സ്. മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡോൾഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 പോയിന്റ്സ്. നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള ഡോഗിനെ സെലക്ട് ചെയ്താൽ 30 പോയിന്റ്സ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരികയാണെങ്കിൽ അതിൽ നിങ്ങൾ ഏതാവണമെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്വയം ക്രിയേറ്റീവായിട്ട് മാറുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് മാറുക. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പറ്റിയും ചിന്തിക്കാതെ വളരെയധികം കെയർ ഫ്രീ ആയിരിക്കുക എന്നുള്ളത്.
ആദ്യത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 40 പോയിൻറ്റ്സ്, രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 20 പോയിൻറ്റ്സ്, മൂന്നാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 30 പോയിൻറ്റ്സ്, നാലാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 10 പോയിൻറ്റ്സ്. നമ്മുടെ ഏഴാമത്തേതും അവസാനത്തേതുമായ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ഏതാണ് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ, രണ്ടാമത്തെ ഓപ്ഷനാണ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ, മൂന്നാമത്തെ ഓപ്ഷനാണ് റെഡ് അല്ലെങ്കിൽ പിങ്ക്, നാലാമത്തെ ഓപ്ഷനാണ് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. നമുക്ക് പോയിൻറ്റ്സ് നോക്കാം. ആദ്യത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 10 പോയിൻറ്റ്സ്, രണ്ടാമത്തെ ഓപ്ഷനാണെങ്കിൽ 20 പോയിൻറ്റ്സ്, മൂന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ 30 പോയിൻറ്റ്സ്, നാലാമത്തെ ഓപ്ഷനാണെങ്കിൽ 40 പോയിൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് 7 ചോദ്യങ്ങൾക്കുമായിട്ട് ലഭിച്ചിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് നോക്കാം. നിങ്ങൾക്ക് ലഭിച്ച പോയിൻറ്റ് 70 to 110 പോയിൻറ്റ്സിന് ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെ മൂഡിയും അതുപോലെ ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമായിരിക്കും. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ മൂഡി ആവുകയും ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യുമെങ്കിലും വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് നിങ്ങളുടേത്. സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ എന്ത് ആത്മാർത്ഥമായ കാര്യം ചെയ്യാനും നിങ്ങൾ തയ്യാറായിരിക്കും. എന്നാൽ ഒരല്പം ദേഷ്യവും ഇത്തരക്കാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ലഭിച്ച പോയിൻറ്റ്സ് 120 to 150 പോയിൻറ്റ്സിന് ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിനെ ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ഫ്രണ്ട്ഷിപ്സും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെ നിങ്ങളുടെ ആ എനർജി ഫീൽ ചെയ്യുകയും അവർക്കും ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ലഭിച്ച പോയിൻറ്റ് 160 to 210 പോയിൻറ്റ്സിന് ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയാണ്. നിങ്ങൾക്ക് ലൈഫിനെ പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ടാവുകയും വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടും വളരെയധികം ക്രിയേറ്റീവായിട്ടും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ സ്കോർ വരുന്നത് 220 to 280 പോയിൻറ്റ്സിന് ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. നിങ്ങൾ വളരെയധികം കാം ആൻഡ് സെറീൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പെട്ടെന്നൊന്നും ദേഷ്യം വരാത്ത, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു പേഴ്സണാലിറ്റി ആയിരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴും ആളുകളുടെ കൂടെ ഇരിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അവരുടെ കമ്പനി അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ഹാവ് ക്ലിയർ ഐഡിയ അബൌട്ട് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽവ്സ്. ഇന്നത്തെ ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എല്ലാവരും തന്നെ ചെയ്തു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ പേഴ്സണാലിറ്റി ടെസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും സഹായകരമാണ്. അവരെ കൊണ്ടും ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. ദെൻ അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഈവൻ അവർക്കും അവരുടെ പേഴ്സണാലിറ്റിയെ പറ്റി കൂടുതലൊരു ഗ്ലിംസസ് ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്.